നമസ്കാരം. ഓ ഓ ഓ കുജനം രമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം അഷ്ടാധികശതതമ സർഗഃ 108 സർഗം. 108 സർഗത്തിലെ 9 ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ഒന്നാമത്തെ ശ്ലോകം. ആശ്വാസയന്തം ഭരതം ജാബാലി ബ്രാഹ്മണോത്തമഃ ഉവാച രാമം ധർമ്മജ്ഞം ധർമാപേതമിദം വചഃ. സാധുരാഘവമാഭൂത തേ ബുദ്ധിരേവം നിരർത്ഥിക പ്രാകൃതസ്യ നരസ്യേവ ഹാര്യാം ബുദ്ധേസ്തപസ്വിനഃ. കസ്യ പുരുഷോ ബന്ധു കിമാപ്യം കസ്യ കേനചിത് ഏകോ ഹി ജായതേ ജന്തുരേക ഏവ വിനശ്യതി. തസ്മാൻ മാതാപിതാ ചേതി രാമസജ്ജേതയോ നരഃ ഉന്മത്ത ഇവ സജ്ജേയോ നാസ്തി കച്ഛിദ്ധി കസ്യചിത്. യഥാ ഗ്രാമാന്തരം ഗച്ഛൻ നരഃ കച്ഛിത് ബഹിർവസേത് ഉത്സൃജ്യ ച സമാവാസം പ്രതിഷ്ഠേതാപരേഖനിഃ. ഏവമേവ മനുഷ്യാണാം പിതാ മാതാഗൃഹം വസു ആവാസമാത്രം കാകുൽസ്ഥ സഞ്ജന്തെ നാത്ര സജ്ജനാഃ. പിത്രേം രാജ്യം സമുത്സ്യജ്യ സനാർഹസി നരോത്തമ ആസ്താതും കാപഥം ദുഃഖം വിഷമം ബഹുകണ്ഠകം. സമൃദ്ധായാമയോധ്യായാം ആത്മാനമഭിഷേചയ ഏകവേണീധരാ ഹി ത്വാം നഗരീ സംപ്രതീക്ഷതേ. രാജഭോഗാനനുഭവൻ മഹാർഹാൻ പാർത്ഥിവാത്മജഃ വിഹരത്വമയോധ്യായാം യഥാശക്രസ്ത്രിവിഷ്ടപേ. 108 സർഗത്തിലെ 1 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. കഴിഞ്ഞ സർഗത്തിൽ ശ്രീരാമൻ ഭരതനും ശത്രുഘ്നനും മറ്റുള്ളവർക്കുമൊക്കെ ഇങ്ങനെ കൈകേയി മാതാവിന് രാജാവ് അഭിശപ്തമായ വരങ്ങൾ നൽകാൻ ഉണ്ടായ കാരണം വിവരിക്കുകയാണ്. എന്നിട്ട് സ്നേഹപൂർവ്വം ഭരതനെ പിന്നെയും അയോധ്യയിലെ രാജാവായി വാഴുവാൻ അപേക്ഷിക്കുകയാണ്. ഈ സർഗത്തിൽ എന്താണ് വിവരിച്ചിരിക്കുന്നതെന്ന് നോക്കാം. അഷ്ടാധികശതതമ സർഗ 108 സർഗത്തിലെ 1ാമത്തെ ശ്ലോകം. ആശ്വാസയന്തം ഭരതം ജാബാലി ബ്രാഹ്മണോത്തമഃ ഉവാച രാമം ധർമ്മജ്ഞം ധർമാപേതമിദം വചഃ. ഭരതനെ ആശ്വസിപ്പിച്ചും കൊണ്ട് ജാബാലി എന്ന ബ്രാഹ്മണോത്തമൻ ധർമ്മജ്ഞനായ രാമനോട് ധർമ്മവിരുദ്ധമായി ഇപ്രകാരമുള്ള വചനങ്ങൾ പറഞ്ഞു. ശ്ലോകം 2. സാധുരാഘവമാഭൂത തേ ബുദ്ധിരേവം നിരർത്ഥിക പ്രാകൃതസ്യ നരസ്യേവ ഹാര്യം ബുദ്ധോസ്തപസ്വിനഃ.
രാഘവ, ഇപ്രകാരം പ്രാകൃതന്മാരുടെ നിരർത്ഥമായ ബുദ്ധി തപസ്വിയും ശ്രേഷ്ഠാചാര്യനുമായ അങ്ങയ്ക്കുണ്ടാവുന്നത് ശരിയല്ല. ശ്ലോകം 3. കസ്യ പുരുഷോ ബന്ധു കിമാപ്യം കസ്യ കേനചിത് ഏകോ ഹി ജായതേ ജന്തുർ ഏക ഏവ വിനശ്യതി. ആർക്കു ബന്ധുവാണ്? ആരെക്കൊണ്ട് ആർക്ക് എന്തു പ്രയോജനം? ജനിക്കുന്നത് ഏകനായിട്ടാണ്, ഏകനായി തന്നെ മരിക്കുകയും ചെയ്യുന്നു. ശ്ലോകം 4. തസ്മാൻ മാതാപിതാ ചേതി രാമസജ്ജേതയോ നരഃ ഉന്മത്ത ഇവ സജ്ജേയോ നാസ്തി കച്ഛിത്തി കസ്യചിത്. അതുകൊണ്ട് മാതാവ്, പിതാവ് എന്നും മറ്റും ആരാണോ ശക്തനാകുന്നത് അവനെ ഉന്മത്തലെ പോലെ കരുതണം. ആർക്കും ആരും ഇല്ല തന്നെ, എല്ലാവരും ഒറ്റയ്ക്കാണ്. ശ്ലോകം 5. യഥാ ഗ്രാമാന്തരം ഗച്ഛൻ നരകച്ഛിത് ബഹിർവസേത് ഉത്സൃജ്യ ച തമാവാസം പ്രതിഷ്ഠേത പരേഖനി. ശ്ലോകം 5-ൻ്റെ അർത്ഥം: ഗ്രാമാന്തരത്തിലേക്കുള്ള യാത്രക്കിടയ്ക്ക് ഒരാൾ ഒരിടത്ത് തങ്ങുകയും ആ വാസസ്ഥാനം വെടിഞ്ഞ് പിറ്റേന്നാൾ മറ്റൊരിടത്ത് തങ്ങുകയും ചെയ്യുന്നു. ശ്ലോകം 6. ഏവമേവ മനുഷ്യാണാം പിതാ മാതാഗൃഹം വസു ആവാസമാത്രം കാകുൽസ്ഥ സജ്ജന്തേ നാത്ര സജ്ജനാഃ. ഇപ്രകാരം തന്നെയാണ് മനുഷ്യർക്ക് അച്ഛൻ, അമ്മ, ഗ്രഹം, ധനം എല്ലാം തന്നെ. തത്കാല വസതി മാത്രമാണ് ഇത്. അറിവുള്ളവർ അവയിൽ ശക്തരാകുകയില്ല. ശ്ലോകം 7. പിത്രം രാജ്യം സമുത്സൃജ്യ സ നാർഹസി നരോത്തമ ആസ്താതും കാപഥം ദുഃഖം വിഷമം ബഹുകണ്ഠകം. അതിനാൽ താങ്കൾ പിതാവിൻ്റെ രാജ്യം ഉപേക്ഷിച്ച് വിഷമവും കണ്ടകപൂരിതവുമായ ദുഷ്പഥത്തിലേക്ക് പോകുന്നത് ശരിയല്ല. ശ്ലോകം 8. സമൃദ്ധായാം അയോധ്യായാം ആത്മാനമഭിഷേചയ ഏകവേണീധരാ ഹി ത്വാം നഗരീ സംപ്രതീക്ഷതേ. സമൃദ്ധമായ അയോധ്യയിൽ സ്വയം അഭിഷിക്തനാവുക. ഏകവേണി ധരിച്ച, അതായത് ഒന്നായി പിരിച്ചു വെച്ച് മുടി ധരിക്കുന്നവൻ, ഏകവേണി ധരിച്ച നഗരി അങ്ങയെ കാത്തിരിക്കുന്നു. ശ്ലോകം 9. രാജഭോഗാനനുഭവൻ മഹാർഹാൻ പാർത്ഥിവാത്മജ വിഹരത്വം അയോധ്യായാം യഥാശക്രസ്ത്രിവിഷ്ടപേ. 9-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ശക്രൻ ത്രിവിഷ്ടപത്തിൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെന്ന പോലെ അങ്ങ് മഹത്തായ രാജഭോഗങ്ങൾ അനുഭവിച്ചും കൊണ്ട് അയോധ്യയിൽ വിരാജിക്കുക. ശക്രൻ ത്രിവിഷ്ടപത്തിൽ എന്ന പോലെ അങ്ങ് മഹത്തായ രാജഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് അയോധ്യയിൽ വിരാജിക്കുക. 9 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് 108-ാം സർഗത്തിൽ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.